ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു റൈഡ് പോവുകയാണ്. അപ്പോൾ നമ്മൾ BMW എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഇതില്ലേ ലൈറ്റ് ഹൗസ്. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഹൗസിലാണ് പോകുന്നത്. നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് വിടാം. ഓക്കെ വാ. പിന്നെ എനിക്ക് ഈ നേരെ കാണുന്ന ആ ഇതില്ലേ, ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇത് വണ്ടി ഒന്ന് മുന്നോട്ടെടുക്കട്ടെ. ഈ ഭാഗം ഇവിടെ എത്തുമ്പോൾ ഞാൻ കൂടുതൽ സ്പീഡിലാണ് പോലെ. ഇവിടെ നിന്ന് ഞാൻ എന്തായാലും എങ്ങനെയെങ്കിലും തട്ടും. യെസ്, ഇത് എങ്ങനെയെങ്കിലും തട്ടും. ഞാൻ പറഞ്ഞിട്ടില്ല എങ്ങനെയെങ്കിലും തട്ടുമെന്ന്. അതിതാണ്. അപ്പം നമുക്ക് നേരെ നമ്മുടെ ലൈറ്റ് ഹൗസ് പോവാം. നമ്മുടെ ലൈറ്റ് ഹൗസ് മാത്രമല്ല, പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കൂടെ എൻ്റെ അനിയനും കൂടെ ഉണ്ട്. അപ്പോൾ ഓൾറെഡി എന്താ പറയാം. ഹലോ ഗൈസ്, എൻ്റെ പേരാണ് അനിയൻ. അപ്പം ഞാനെന്ന് എൻ്റെ ഏട്ടൻ്റെ കൂടെ അനിയനും ഏട്ടാ, എൻ്റെ പേര് അന്നു. അവിടെ ലൈറ്റ് ഹൗസ് ഹൗസ് ലൈറ്റിൽ പോവാന് നമ്മൾ നേരെ വണ്ടി വിട്ടിട്ടുണ്ട്. ഞാനാണ് ഓടിക്കുന്നത്. എൻ്റെ ഏട്ടൻ ഇവിടെ സൈഡിൽ കുത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒച്ച പോവാം. നിങ്ങൾക്ക് സുഖമല്ലേ ഗൈസ്? നിങ്ങൾക്ക് സുഖമല്ലേ? ചോദിച്ചിട്ടില്ല, മറുപടി പറഞ്ഞിട്ടില്ല, ഞാൻ ബടി എടുത്ത് കൊല്ലും. ഏട്ടൻ്റെ അടുത്ത് കൊടുക്കാം. ഹലോ ഗൈസ്, ഇനി ഓം പറയുന്നൊന്നും കേൾക്കണ്ട. നമുക്ക് നേരെ ഇതവിടെ ഒരു കോയിൻ എടുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് വണ്ടി ഒന്ന് കത്തിച്ചു വിടാം. നിങ്ങൾക്ക് ഈ സ്ഥലം മാത്രമല്ല, നമ്മുടെ ലൈറ്റ് ഹൗസ് മാത്രമല്ല, വേറെ സ്ഥലം കൂടി. ഇതെന്താ താഴോട്ട് പോന്നേ? നമ്മൾ മുകളിലോട്ടല്ലേ കയറുന്നത്? ഇതെന്താ താഴോട്ട് പോന്നേ? എനിക്കറിഞ്ഞൂടാ. ഈ റോഡ് കൂട്ടാൻ നമുക്ക് അങ്ങ് പോവാം. അയ്യോ, എടാ ഇത്രയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളൂ. എനിക്ക് ഈ സിറ്റി എന്ന് പറയുന്നത് ഫുൾ കൺഫ്യൂഷനാണ്. ഇവിടെ അങ്ങനെ ലൈറ്റ് ഹൗസ് എത്തി. ഇവിടെ സ്ഥലം എന്ന് പറയുന്നുണ്ടാ പാർക്ക് ചെയ്യാൻ എന്തായാലും. ഓക്കെ, അങ്ങനെ നമ്മൾ എന്നാ ലൈറ്റ് ഹൗസ് കയറല്ലേ? ഏട്ടാ ലൈറ്റ് ഹൗസിൽ കയറി. ലൈറ്റ് ഹൗസ് ഞാൻ പഠിച്ച് ഏട്ടാ പപ്പിച്ച് വിടേട്ടാ. എടാ, പറപ്പിച്ച് വിടാനൊന്നും പറ്റൂല. നേരെ താഴെ എന്തോ വെള്ളമില്ല, അവിടെ മറ്റേ വീണ ചത്തു. ഈ ഏട്ടൻ എൻ്റെ ഒരു പൊട്ടനാ. സ്പീഡിൽ പോകാൻ പോലും അറിയാത്ത ഒരു പൊട്ടനായിപ്പോല്ല. എന്തായാലും നമുക്കൊന്ന് നോക്കണ വേണ്ട. ഇവൻ പറയാൻ കേട്ടിട്ട് പിന്നെ ചത്തിട്ട് നമ്മളെ പറയും. എന്തായാലും ഈ വണ്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഓഫ് റോഡിക്ക് അവിടെ കുറേ പ്രാവശ്യം വന്നേന്. ആകെ വെള്ളം കാണാനാ, ഹൈറ്റിന്ന് കാണുള്ളൂ. വേറൊന്നും ഇവിടെ ഇതായിട്ടില്ല. എന്തായാലും നമുക്ക് താഴോട്ടൊന്ന് പറപ്പിച്ചാലോ. അയ്യോ, വേഗം താഴെത്തി. നല്ലൊരു ഐഡിയ. എന്തായാലും നമുക്ക് ഇനിയൊന്ന് പറപ്പിച്ചാലോ. എന്തായാലും നമുക്കൊന്ന് പറപ്പിച്ച് നോക്കാം. ഈ വേലിയ എനിക്കിതാണ് ഇഷ്ടപ്പെടാത്തത്. നമ്മളൊന്ന് സ്പീഡിൽ വരുമ്പോൾ ഇവിടെ ഇടിക്കും. ഇത് മാത്രം എനിക്കിഷ്ടമല്ല. ഓക്കെ, കത്തിക്കുന്നുണ്ട്. ബെസ്റ്റ്. എടാ ഭാഗ്യം, ലക്കിൽ പോയി. ഈ വണ്ടി എന്തെങ്കിലും നിൽക്കുന്നത്? നേരക്ക് വണ്ടി. എടാ വണ്ടി നേരക്കടാ. നല്ല ഗുണമായി. ഹെഡ്ലൈറ്റെല്ലാം പോയി വണ്ടീൻ്റെ. എന്തായാലും നമുക്കൊന്ന് എടാ വണ്ടി 100 അനങ്ങുന്നില്ലല്ലോ. മീറ്ററിൻ്റെ പ്രശ്നമായിട്ടായിരിക്കും. നമുക്ക് എന്തായാലും ലൈറ്റ് ഹൗസ് കണ്ട് അടുത്തൊരു സ്ഥലം കൂടിയുണ്ട്. ഒരു സർപ്രൈസാണ്, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അതിന് മുന്നേ ഞാൻ ഇവിടെ ഇതുവരെ BMW കയറ്റിയിട്ടില്ല. ഒന്നും എനിക്ക് കയറ്റണം. കത്തിച്ചൂട്ട പറപ്പിച്ചു പൊട്ടെ. ഓക്കെ, എടാ ആടുന്ന് ബ്രേക്ക് പിടിച്ചാൽ മതി.
പിന്നെ ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോകും? താഴോ ബസ്റ്റ് മൂച്ചിക്കോ. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യടാ? ഓക്കെ, താഴെ എത്തിയിട്ടുണ്ടോ? ഒന്നും കൂടി കയറി. വണ്ടി കൊന്തം കയറിയാണല്ലോ നല്ല പവറാ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് നേരെ വിടാം. അപ്പോൾ നമ്മളെ സ്ഥലത്തെത്തിയിട്ട് ഈ സ്ഥലത്ത് നിന്ന് സ്റ്റണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും എല്ലാം വന്നിട്ട് കണ്ടാൽ ഇതേപോലെ നല്ല സുഖമാണ് ചെയ്യാൻ. ഇങ്ങനെ വരൂ, ഹെഡ്ലൈറ്റ് എല്ലാം പൊട്ടു, പിന്നെ പൈസ പോവും. അങ്ങനെയെല്ലാം പോയി ഇങ്ങനെ പോവും. ഇതെന്ത് ഗ്ലിച്ച്? ഞാൻ ഇപ്പോൾ വെള്ളത്തിൽ വീണേ. അതൊന്നും മൈൻഡ് ആക്കണ്ട, നമുക്ക് നേരെ പോവാം. പറഞ്ഞിട്ടില്ല വേറെ സ്ഥലമുണ്ട്. അതിൽ പെട്രോൾ ഇല്ല. പെട്രോൾ പമ്പ് ബാക്കിലില്ല. ആർപ്പയിൽ പെട്രോൾ അടിക്കണ്ടേ? നമുക്ക് എന്തായാലും നേരെ ഇടിച്ച് ഫസ്റ്റ്. പിന്നെ ഇടിച്ച് ഫസ്റ്റ്. പിന്നെ ഇടിച്ച്. എന്തായാലും നമുക്ക് നേരെ പോവാ. നമുക്ക് പെട്രോൾ അടിക്കണം. പെട്രോൾ പമ്പ് ഏട്ടാ ഫുൾ ടാങ്ക് പെട്രോള്. ഏട്ടാ മൈ. ഓക്കെ, ഇനി റിപ്പയർ ഷോപ്പ് എവിടെ? പിന്നെ ഇടിച്ച് നല്ല സുഖമുണ്ട്. ഇനി എന്താ റിപ്പയർ ചെയ്യാം. നമുക്ക് ഇവിടെ ഒന്ന് ഇപ്പുറം കൂടി എന്നാണ് പറഞ്ഞത്. ഏട്ടാ ഇതെല്ലാം ഒന്ന് റിപ്പയർ ചെയ്യും. ഇങ്ങനെ റിപ്പയറും ചെയ്ത് പൈസ നല്ലോണം പൊട്ടീന്. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ അധികം പറയുന്നില്ല. ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഓഫ് റോഡിലും പോയിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഇത് വെറുതെ റൈഡാ, ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ BMW നമ്മൾ ആദ്യമല്ല എടുത്ത്. ഇതിൽ വേറൊരു വീഡിയോയിൽ നമ്മൾ GTR എടുത്ത്. നമ്മൾ GTR മറ്റേ കൂടെ പോകുന്നതെങ്കിൽ തപ്പേൻ കുറേ പണിയുണ്ട്. ഇതാണെങ്കിൽ പെട്ടെന്ന് എത്തും. ഇവിടെ നിന്ന് കത്തിച്ചു വിട്ടാലോ? ഓക്കെ, വണ്ടി എത്ര വരെ കയറും നോക്കട്ടെ. 321 കയറി. അതിന് മുകളിൽ കയറുന്നില്ല. ഇതിന് 321 ടോപ്പ് സ്പീഡ് തോന്നുന്നു. അറിഞ്ഞൂടാ, അതിൻ്റെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്തിട്ടില്ല. അടിച്ച് വെറുതെ പൈസ പോയി. ഓഫ് റോഡ് എവിടെ? ഓഫ് റോഡിൻ്റെ വഴി ഇവിടെ ആറ്റുണ്ട്. ഇവിടെ കുറച്ച് അങ്ങോട്ട് നോക്കട്ടെ. ട്രക്ക് കാറെല്ലാം ഭയങ്കര ഓഫ് റോഡിൻ്റെ പറഞ്ഞ് വഴിയെല്ലാം മാറിപ്പോന്നു. എന്തായാലും ചുമയാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഓഫ് റോഡിലോട്ട് കയറാം. ഈ സോണിൽ നിന്ന് എന്തല്ല പരിപാടി. ഓക്കെ, ഓഫ് റോഡ് കയറിക്കോ. ഇവിടുന്ന് 2-3 ഡ്രിഫ്റ്റ് അടിക്കുക. ഓക്കെ, ഇവിടെ കണ്ട് ഞങ്ങൾ ബാക്കിൽ എക്സോസ്റ്റ് തീ വരുന്നുണ്ടിനാ. ഇതാ വരുന്നത് തീ. ഓക്കെ, നമ്മളെ വീടെത്തേനായി. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു. പിന്നെ ഞാനിപ്പോൾ പോവാണ്. അടുത്ത വീഡിയോ ഉടനെ തന്നെ വരിക. ടാറ്റ.